ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ്. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള മുസ്ലിം ചലനത്തിന് ആവശ്യമുള്ള സാധനമാണ് കോൺഫിഡൻസ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വാക്ക് പറയുമ്പോൾ സാറിനോട് ദേഷ്യം തോന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞേ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കോൺഫിഡൻസ് നിങ്ങളുടെ ഇതിൽ? ഇപ്പൊ ഞാൻ പറയും, നല്ലൊരു ഗ്രൂപ്പിനകത്തേക്ക് വരുന്നത് നിങ്ങൾക്കറിയാം എന്താ കോൺഫിഡൻസ്? വാട്ട് ഈസ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്താ പറയുക? ഏത് സാഹചര്യവും നേരിടാനുള്ള ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ തെറ്റാവോ? തെറ്റാവോ? ഏത് പ്രതിസന്ധി നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ആണ്. കറക്റ്റ്. പരീക്ഷയ്ക്ക് പോയി എഴുതാനുള്ള ചക്കൂർ, അല്ലെ? പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ആൾക്കാരോട് ഇടപെടാനുള്ളത് കോൺഫിഡൻസ്, അല്ലെ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ആരും അറിയില്ല, പക്ഷെ നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ ആദ്യം കയറുമ്പോൾ തല ഉയർത്തി പിടിച്ച് നല്ലൊരു പുഞ്ചിരിയുടെ അകത്ത് കയറുമ്പോൾ ഇതൊരു കോൺഫിഡന്റ് ആണ്. കറക്റ്റ്. അപ്പൊ ഫസ്റ്റ് വേണ്ടത് സ്മൈൽ. സ്മൈൽ ഈസ്, അപ്പം നമ്മുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വിശ്വാസമാണ്, അല്ലെ? കോൺഫിഡൻസ് ഇസ് ഫീലിംഗ് ഓഫ് സെൽഫ് അഷുറൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ വൺസ് എബിലിറ്റീസ്. അപ്പൊ നിങ്ങളുടെ എബിലിറ്റീസ് എന്തോ ആണോ, എബിലിറ്റീസ് ഉണ്ട്. നമ്മള് എന്റെ കൂട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈരേഖ പോലും എന്റെ പോലെ പറയുന്നെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞർ അറിയാം. എന്റെ കൈരേഖ പോലും വേറൊരാളുടെ കൈരേഖ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതാണല്ലോ ഈ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ FBI ഒക്കെ നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം മേലേന്ന് പടച്ചവൻ നമ്മളെ പറിച്ചു വിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പറിച്ചു വിട്ടേക്കുന്ന ഓരോ ഐഡന്റിറ്റി ആയിട്ട് ആ യുണീക്നെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ സെൽഫ് അഷുറൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ വൺസ് എബിലിറ്റീസ്. നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മൾ ചെയ്യുന്നത് ശരി തെറ്റൊന്നും പ്രായപൂർത്തി ആൾക്കാരാണ്. പിള്ളേരാരും ഇല്ലല്ലോ, എല്ലാവരും 16 വയസ്സ് മേലെയുള്ള പിള്ളേരല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തോട്ട് പ്രോസസ്, നിങ്ങളുടെ ആക്ഷൻസ്, അങ്ങനെയാണെങ്കിൽ ചില ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞുതരാം സെൽഫ് കോൺഫിഡൻസ്. ഫസ്റ്റ്, നമ്മുടെ സെൽഫ് ട്രസ്റ്റ്, നമ്മുടെ ബിലീവ് ഇൻ വൺ സെൽഫ്. ബിലീവ് ഇൻ വൺ സെൽഫ്. നിങ്ങൾക്ക് വിശ്വാസം വേണം, ജനയ്ക്ക് വിശ്വാസം വേണം, ഷമീമിന് വിശ്വാസം വേണം. ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ചത്, അതാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് വരുന്നത്. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുന്നവരെ നോക്കിക്കണ്ടു നമ്മൾ കല്യാണത്തിൽ ചിലവരൊക്കെ തപ്പുത്തടോ, ഇതെവിടെയാണോ ഇരിക്കണ്ടേ, അല്ലേ? ചിലവരവിടെ കാണുന്ന സീറ്റൊക്കെ ഇരിക്കും, ചിലർ പുറകെ പോയി. ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആയിട്ടാണ്, അല്ലേ? കറക്റ്റ്. നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കല്യാണത്തിന് പരിചയമില്ലാത്ത കൂട്ടുകാരുടെ കല്യാണത്തിന് നമുക്കറിയാം നമ്മൾ എവിടെ ഇരിക്കണം, ചെറുക്കൻ്റെ കൂട്ടിലുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ പോയി ഏറ്റവും പുറകെ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു വില കൊടുത്ത് നമുക്ക് എവിടെ ഇരിക്കണം, അപ്പൊ അവിടെ പോയി തപ്പിത്തടയല്ലോ, കോൺഫിഡൻറ്റ്. അപ്പൊ ആൾക്കാരെ അറിയും, കുഴപ്പമില്ല. അപ്പം എല്ലാവരുടെയും അപ്പം പിന്നെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നിങ്ങൾ നല്ലതായിട്ട് വസ്ത്രം ധരിക്കണം. വലിയ വിലയുള്ള വസ്ത്രം ധരിക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതൊരു കോൺഫിഡൻസ് ആണ്, അല്ലേ? കറക്റ്റ് അല്ലേ? ഐ ആം നോട്ട് സേയിങ് നാളെ പോയിട്ട് പറയില്ലേ, സാറ് പറഞ്ഞിട്ട് നാളെ പോയി വീട്ടിൽ പോയി പിടിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ്, അങ്ങനെയല്ല. ഉള്ള വസ്ത്രം നല്ലതായിട്ട് ക്യാരി ചെയ്യാനായിട്ട് ഡ്രസ് സെറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു ഫോർമലായിട്ട് ഇൻഫോർമലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു പാനാങ്കോല കുടിയൊന്നും ചെയ്യാണ്ട്, പേഴ്സണൽ ആയിട്ടൊന്നും പ്രൂവ് ചെയ്യാണ്ട്, അല്ലെ? കറക്റ്റ്. നല്ലതായിട്ട് നീറ്റായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂമിങ്, പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഇവിടുത്തെ പോകാം. ഓക്കെ, നിങ്ങളൊരു നല്ലൊരു ഫംഗ്ഷന് പോവാം, കല്യാണോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്, ഡ്രസ് മേക്സ് എ ലോട്ട് ഓഫ് അപ്പിയറൻസ്, അല്ലെ? നിങ്ങൾ ആദ്യത്തെ കാഴ്ചപ്പാടില് നിങ്ങൾ എന്ത് വസ്ത്രം ഇട്ട് കാണിച്ചു ഇതൊന്നുമില്ല. നിങ്ങൾ വെറും 350 രൂപയുടെ ഷൂസ് ഇട്ടാലും മതി. ഇവിടെ ആ ഷൂസ് നല്ലതായിട്ട് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കൊണ്ടുപോകണം. എവിടെയാണ് ഷൂസ് ഇട്ടത്, എവിടെയാണ് ചപ്പൽ ഇട്ടത് മനസ്സിലായില്ലേ? ഷൂസ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഡ്രസ്സാണ്. നിങ്ങൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ പറ്റുമോ? കാഞ്ചീപുരം സാരി എടുത്ത് നമ്മൾ ജോലിക്ക് പോകാൻ പറ്റുമോ? കുർത്ത പൈജാമ ഇട്ടിട്ട് നമ്മൾ പോകാൻ പറ്റുമോ? ബോഡിയായിട്ട് വസ്ത്രമായിട്ട് ഓഫീസിൽ ഇതിൽ പറ്റുമോ? അപ്പൊ അവിടെ ഒരു മാനദണ്ഡമുണ്ട്. അതേ മാനദണ്ഡമാണ് നമ്മളിപ്പം, അതൊരു കോൺഫിഡൻസാണ് നമ്മൾ ചോദിക്കുക. ചിലവരുടെ അലസമായിട്ട് വസ്ത്രം ഇട്ട് പോകുന്നത്, മനസ്സിലായില്ലേ? ഡോണ്ട് എവർ ഡു ദാറ്റ്. അതൊരു കോൺഫിഡൻസിൽ ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സ്മൈലും ബോഡി ലാംഗ്വേജും. മൂന്നാമത്തെ കാര്യം എന്നാ പറഞ്ഞേ?
പേഴ്സണൽ ഗ്രൂമിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഷർട്ട് പാൻറ് ലൈറ്റ് കളർ ഷർട്ട് ആണെങ്കിൽ ഡാർക്ക് കളർ ട്രൗസർ ഇടുക. അത് ഇന്റർവ്യൂസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഷർട്ട്സ് അനാവശ്യമായിട്ട് മടക്കി വെക്കരുത്, അയൺ ചെയ്യാൻ പഠിക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്, രാവിലെ കുളിക്കുക, ഓക്കെ, ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുക, ലൈറ്റ് മേക്കപ്പ് യൂസ് ചെയ്യുക, മുടിയൊക്കെ നല്ലതായിട്ട് വെട്ടി നീറ്റായിട്ട് വെക്കുക. ഓക്കെ, ചെന്ന് ഇരിക്കുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരാടുത്ത് ഇരിക്കുന്നു, കല്യാണത്തിന് തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കാൻ പറയുന്നത് അല്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസ്റ്റർബ്ഡ് എങ്ങനെയാണെന്ന് പറയാം. എനിക്കറിയാം, നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം, എനിക്കും ഉണ്ടാ പ്രശ്നം. നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് അടങ്ങിയിരിക്കുക, ഡിസ്റ്റർബ് ആവും. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലെ ചിന്തകൾ വരുമ്പോൾ ഉണ്ടല്ലോ, അലക്ഷ്യരായിട്ട് ചിന്ത. ഞാൻ എന്റെ കാര്യം കൂടെ പറഞ്ഞു, പക്ഷെ കഴിഞ്ഞ ഒരുപാട് വർഷം ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആൾക്കാർ അതൊക്കെ നോക്കും. കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, കലാപന്മണിയോട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ നമ്മുടെ ശരീരഭാഷ വളരെ കെയർഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകള് ഇരിക്കുന്ന രീതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഡോണ്ട് ഗിവ് റോങ് സിഗ്നൽസ് ടു അതർ പീപ്പിൾ. ഇന്നത്തെ കാലത്ത് ആൾക്കാരെ നോക്കി വെച്ചിട്ട് പറയില്ല, ബോയ്സും അങ്ങനെയാണ്, ഗേൾസും അങ്ങനെ. ഓക്കെ, സോ ബി പ്രൊഫഷണൽ എന്ന് ഞാൻ പറയും. സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സ്മൈൽ പഠിച്ചു, ബോഡി ലാംഗ്വേജ് പഠിച്ചു, പേഴ്സണൽ ഗ്രൂമിംഗ് പഠിച്ചു. ഇതെല്ലാം നിങ്ങളുടെ കോൺഫിഡൻസിനെ യൂസ് ചെയ്യുന്നു കേട്ടോ. പിന്നെന്താണ് ഒരു ഞാൻ നേരത്തെ രാവിലെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു റെസ്പെക്ട് ഉണ്ടാവണം സ്വന്തമായി. യു നീഡ് ടു ഹാവ് റെസ്പെക്ട് ഓഫ് യുവർ സെൽഫ്. ആ റെസ്പെക്ട് ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലേ? കറക്റ്റ് ഓർ റോങ്? ആ റെസ്പെക്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണിക്കുകയും ചെയ്യും. നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ, നിങ്ങൾക്ക് കാണില്ല എന്ന് എനിക്കറിയാം. കൈ കെട്ടി സംസാരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇങ്ങനെ കൈ കെട്ടരുത്. ആർക്കെ കാണാൻ പറ്റാത്ത നിങ്ങൾ ഓപ്പൺ ഹാൻഡ്സോടെ സംസാരിക്കും. ഇത് റെസ്പെക്റ്റ് ആണ്. മനസ്സിലായില്ലേ? കൈ കെട്ടുന്ന എടാ പോടാ, എനിക്ക് കേൾക്കണ്ട, സാധാരണ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിക്കും ഏറ്റവും ഭവ്യതയുടെ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് നോട്ട് ദാറ്റ്. കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ കൈ കെട്ടി സംസാരിക്കരുത്. പിന്നെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ജീവിതം. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾക്കൊരു ചാൻസ്. നമുക്ക് ഇവിടെ തന്നെ എക്സാമ്പിൾ ഉണ്ട്. ഒരാൾക്കൊരു കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ, ആദ്യം എങ്ങനെ അറിയില്ല, അയാൾ ദേഹം കിട്ടുന്നതാണ് ദിവസം കാസർഗോഡ് എങ്ങാണ്ട് പോയി ഫിലിമിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? തന്നെ യാത്ര ചെയ്തു കാസർഗോഡ്. ഞാൻ മനസ്സിലാക്കണം, നമുക്ക് ചോദിക്കാതെ ആ ഫിലിമിൽ പോയിട്ട് അത് എന്ത് റോളാണ് ചെയ്യുന്നത്. കണ്ണു കാണാത്ത വ്യക്തി ഇവിടെ പോയി ആ ഫിലിമിന്റെ ഒരു ഭാഗമാകുന്ന വലിയ കാര്യമാണ്. എന്തിനും കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കറിയാം ആരാന്നുള്ളത് അല്ലേ? മരണമാസത്തെ സിനിമയിൽ ഒരു പാട്ട് സിനിമ അഭിനയിച്ച വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയാനേ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് കണ്ണു കാണില്ല. ഈ സജു എന്ന് പറഞ്ഞ വ്യക്തി കണ്ണു കാണില്ല. ഇദ്ദേഹം തിരുവനന്തപുരത്ത് അവിടെ വരെ പോയി പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചു പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേണമെങ്കിൽ പോകാതിരിക്കാം. കിട്ടുന്ന വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസയൊന്നുമല്ല. ഓക്കെ, പ്രിപ്പറേഷൻ ഉണ്ട്, ചെറിയൊരു പൈസയാണ്. ഇല്ലെങ്കിലും അത് ഓർത്ത് നോക്കി കഷ്ടപ്പാട് ആലോചിക്കുക. കഷ്ടപ്പാടൊക്കെ ഞാൻ എന്തിനാ പോകുന്നത്? ശ്രദ്ധിച്ചു കേൾക്കാനായി. കഷ്ടപ്പാടൊക്കെ ഞാൻ എന്തിനാ പോകുന്നത്? ഓക്കെ, റെമ്യൂണറേഷൻ ഉണ്ടാവും. നമ്മൾ പറയുന്ന പോലെ ലക്ഷക്കണക്കിനൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ട്രെയിൻ കയറി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. ഓക്കെ, ഒക്കെ ഉണ്ട്. നൈറ്റ് സ്ലീപ്പർ ഒക്കെ കിട്ടി, കോട്ടയിലൊക്കെ കിട്ടി, ടിക്കറ്റ് കിട്ടി, കിടന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് തപ്പി പിടിച്ച നിങ്ങളുടെ ബൈക്ക് കെയിൻ ഉപയോഗിച്ച് തപ്പി പിടിച്ച ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി എങ്ങനെ എവിടെ ക്യാമറ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കേ ബുദ്ധിമുട്ട്. കണ്ണും കാഴ്ചയുള്ളവർക്ക് തന്നെ ഒരു ഫിലിമിൽ അഭിനയിക്കുന്നത് നമ്മൾ തന്നെ ടെൻഷൻ ആയിട്ടില്ല. പക്ഷെ ഒരു പാട്ട് സീനിൽ അഭിനയിച്ചിട്ട് വരികയാണ് അല്ലേ? അതാണ് കോൺഫിഡൻസ്. ഞാൻ ഒരാളെ കമ്പയർ ചെയ്യല്ല. പക്ഷെ നടന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പലർക്കും പറഞ്ഞു സാറ് കമ്പയർ ചെയ്യുന്നു. നല്ല കാര്യം നല്ലതായിട്ട് പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. ആണോ? അപ്പൊ കമ്പാരിഷൻ അല്ലാതെ ഞാനുള്ള ചെയ്ത നല്ല കാര്യം നിങ്ങളിൽ കൊണ്ടുവരാം. എവിടെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ഒരു കോൺഫിഡന്റ് ആയിട്ട് എവിടെയാണ് കമ്പയർ ചെയ്യേണ്ടത്? എവിടെയാണ് കമ്പയർ ചെയ്യേണ്ടത് അറിയാം? മറ്റുള്ളവരെ വെച്ചല്ല കമ്പയർ ചെയ്യണം, സ്വന്തമായിട്ട് കമ്പയർ ചെയ്യണം. ഞാൻ ഇവിടെ തന്നെ പറയാം, ഞാൻ നോട്ട്സ് നല്ലതായിട്ട് എഴുതുന്നുണ്ട് സാർ, നോട്ട്സ് എഴുതുന്നത് മറ്റേ സാറാണ് സാർ, മറ്റേ കുട്ടിയാണ് സാർ. ഇവിടെ തനിക്ക് നോട്ട് എഴുതി കൂടെ? എഴുതുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും. പക്ഷെ ആ മിസ്റ്റേക്ക് മാറി അടുത്ത പ്രാവശ്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ആ പഠിത്തം. മനസ്സിലായില്ലേ? ഇവിടെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ
ടൈപ്പ് ചെയ്ത് തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ നിങ്ങൾക്ക് എന്തുമാത്രം അറിയാം, എന്തുമാത്രം കറക്റ്റ് ചെയ്യണം. സാറന്മാർക്ക് പരിമിതിയുണ്ട് കുട്ടികളെ, ഇത് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. പഠിക്കേണ്ടതാരാ? അപ്പൊ നിങ്ങളുടെ ഫ്രീ ടൈം ഒക്കെ അതൊരു കോൺഫിഡൻസ്, കീപ് ലേണിംഗ് അല്ലെ? അതൊരു റിസ്ക് എടുത്താലേ പറ്റുള്ളൂ. എല്ലാം ജീവിതത്തിൽ മുഴുവൻ റിസ്ക് ആണ്. അപ്പൊ ഞാൻ പറയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസ് അല്ല, ഒരു ലൈഫ് സ്കിൽ ക്ലാസ്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് മോട്ടിവേഷൻ വരും അല്ലെ? പിന്നെ പണ്ടാരണ്ടൊരു ഇത് പറഞ്ഞ പോലെ ആന മുന്നേ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അവിടുത്തെ സാഹചര്യം, ആന വരുമ്പോ നമുക്ക് 3 ഓപ്ഷൻ. എന്തൊക്കെ ഓപ്ഷൻ ഉള്ള പറഞ്ഞേ? ഓടാ, പിന്നെ നേരെ നെഞ്ചി വെച്ചിരിക്കാം അല്ലെ? ആനയെ ഡിസ്ട്രാക്ട് ചെയ്യാം. പക്ഷെ അത് നിങ്ങളുടെ മനോധർമ്മം അപ്പൊ എങ്ങനെയാണെന്നുള്ളത് അല്ലെ? അവിടെ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം സാഹചര്യം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അവിടെയും കോൺഫിഡൻസ് വേണം അല്ലെ? പതറിപ്പോരുത്. അതാണ് നമുക്ക് അവിടെ റിസ്ക് എടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം, ഒരു ചലഞ്ച് എടുക്കാൻ മനസ്സുണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത എക്സാമ്പിൾ പറഞ്ഞത് ഒരു ചലഞ്ചാണ്. ഒരു എന്ത് അൺസർട്ടനിറ്റി ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഇറങ്ങി ചെന്നാലേ. പിന്നെ ഈ അൺസർട്ടനിറ്റിക്കും ചലഞ്ച് എടുക്കാൻ പറഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ട് കുറച്ച് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി വെച്ചിട്ടാണ് എടുക്കാനായിട്ട്. റൈറ്റ് ഓർ റോങ്? നിങ്ങളോട് ഞാൻ പറയുക, എന്നെ വിശ്വാസമാണ്. ഞാൻ രാത്രി 10 മണിക്ക് വിളിച്ചു പറയാം പോരെ, നിങ്ങൾ ഒരു ഓട്ടോ എടുത്ത് പോരെ, നമുക്ക് ഇവിടെ അടുത്ത സ്ഥലം വരെ കോവളം വരെ പോവാം. സാറാണോ? ഓക്കെ ആണ്. നിങ്ങൾ ചോദിക്കേണ്ടതാണ്, എന്തിനാ സാറേ ഞങ്ങൾ 10 മണിക്ക് വരും? സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ ഇത് റിസ്ക് ആണ്. 10 മണിക്ക് കഴിഞ്ഞ് കോവളം വരെ പോയി കഴിഞ്ഞാൽ ലൈഫിനാകത്തുണ്ട്. ഇതൊക്കെ ചിന്തിക്കാനൊരു ബുദ്ധി തരുന്നത്. എടുത്തുചാട്ടം പാടില്ല. അതാ ഓവർ കോൺഫിഡൻസ് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കും. അടുത്തൊരു ചോദ്യം ഞാൻ പറയുന്നത് നല്ലൊരു കോൺഫിഡൻസ് പേഴ്സൺ എന്താ പറയുക? ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളൊരു ക്ലാസ്സിൽ പോയിരുന്നേ മനസ്സിലായില്ലേ? എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറ ചോദ്യം ചോദിച്ചു അങ്ങനല്ലേ? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്റെ ക്ലാസ്സിൽ അറിയാത്ത കാര്യം ചോദിച്ചോ. പക്ഷെ ചോദിച്ച് ആളെ പുഷിപ്പിക്കരുത്. അല്ലെ എന്താ പറയണേ, നല്ല കാതലായിട്ടുള്ള ചോദ്യങ്ങൾ. അങ്ങനെയുള്ള സാർമാരും പഠിക്കണം, നിങ്ങൾ പഠിക്കണം. അപ്പൊ ചോദിക്കുന്ന കോൺഫിഡൻസ്. 4ാമത്തെ പോയിന്റ്, കോൺഫിഡന്റ് പേഴ്സണാലിറ്റി എങ്ങനെയാണ്? ചോദ്യങ്ങൾ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ? എന്താണെങ്കിലും ചീത്തയാണെങ്കിലും ശരിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും നമ്മുടെ ഈ എന്റെ തലയൊക്കെ കുറെ ഇതിനകത്തൊക്കെ കുറെ കാലം യൂസ് ചെയ്യാറുണ്ട്. കെട്ടിയായിട്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെളുപ്പിച്ച് കുളിപ്പിച്ചൊക്കെ എടുക്കണം. ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതൊന്നും. അപ്പൊ 4ാമത്തെ പോയിന്റ് അല്ലെ? ഇത്രയും പഠിച്ച മനസ്സിലായോ?